മണിപ്പൂരിൽ സംഘർഷം തുടരുന്നു. ഉഖ്രുലിൽ നാഗ കുക്കി ഏറ്റുമുട്ടൽ. വ്യത്യസ്ത ഏറ്റുമുട്ടലുകളിൽ ഇന്നലെ 3 പേരാണ് കൊല്ലപ്പെട്ടത്. അരവിന്ദ് ഒരിക്കൽ കൂടി ചേരുകയാണ്. അരവിന്ദ്, ഇതാ വീണ്ടും മണിപ്പൂർ അശാന്തമായി തുടരുകയാണ് അല്ലെ? ശ്രീനിധി അമൽ, മണിപ്പൂരിൽ അശാന്തിയുടെ വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ ഉഖ്രുലിൽ പ്രധാനമായും വ്യത്യസ്തമായ ഏറ്റുമുട്ടലുകൾ നടക്കുകയും അവിടെ 3 പേർക്കാണ് ജീവൻ നഷ്ടമാവുകയും ചെയ്തത്. 2 നാഗ കുക്കി വിഭാഗക്കാർക്കും അതുപോലെ തന്നെ ഒരു നാഗ വിഭാഗത്തിലുള്ള ഗാർഡിനുമാണ് ജീവൻ നഷ്ടമായത്. വലിയ രീതിയിലുള്ള സംഘർഷ സാഹചര്യം ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. നിരവധി വീടുകൾക്ക് തീയിട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റുമുട്ടലിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും സംഭവങ്ങൾക്ക് പിന്നാലെ ശക്തമായ സുരക്ഷയാണ് ഉഖ്രുൽ മേഖലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി വലിയ രീതിയിലുള്ള സംഘർഷ സംഭവങ്ങൾ മണിപ്പൂരിൽ റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം BSF ജവാന്റെ കുട്ടികൾ ബോംബാക്രമണത്തിൽ മരിച്ചതുമായി ബന്ധപ്പെട്ട ഇംഫാലിലും അതുപോലെ തന്നെ സുജാചന്ദ്പൂരിലടക്കം ജനങ്ങൾ റോഡിലേക്ക് ഇറങ്ങി പ്രതിഷേധിച്ചിരുന്നു. യാതൊരുവിധ നടപടികളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന വിമർശനമാണ് ഈ സംഘടനകൾ പ്രധാനമായും ഉയർത്തുന്നത്. കാരണം നമുക്കറിയാം, മണിപ്പൂരിൽ പുതിയ സർക്കാർ വന്നതിന് പിന്നാലെ സമാധാനത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷേ അത് അപ്പാടെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. ഉഖ്രുലിലാണ് കഴിഞ്ഞ ദിവസം ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുകയും 3 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. എന്തായാലും സംഘർഷ സാഹചര്യം നിലനിൽക്കുകയാണ്. തക്കതായ തിരിച്ചടികൾ നൽകുമെന്നതാണ് ഈ സംഘടനകൾ നൽകുന്ന മുന്നറിയിപ്പ്. പക്ഷേ എല്ലാവരും സമാധാനം പാലിക്കണമെന്നും കൃത്യമായി ഇത്തരം കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നതാണ് മണിപ്പൂർ സർക്കാർ ഈ ഘട്ടത്തിൽ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്തരം ആഹ്വാനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോഴും മണിപ്പൂരിൽ നിന്ന് സംഘർഷത്തിന്റെ വാർത്തകൾ തന്നെയാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ശരി അരവിന്ദ്, എന്തായാലും മണിപ്പൂരിൽ സംഘർഷത്തിന് അയവില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇന്നലെയും അവിടെ 3 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.